മനുഷ്യവാസമുള്ള സകല സീമകളും അതിനപ്പുറത്ത് മനുഷ്യരോട് പറയാൻ പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച ദിവ്യ വെളിപാടുകളുടെ സമാഹാരം. ഇതാണ് ദീനുൽ ഇസ്ലാം, ഖുർആൻ. ആ ഖുർആൻ മാനവരാശിക്ക് മുഴുവനുമുള്ള ദൈവിക ഗ്രന്ഥം. ആ ഖുർആനിന്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ സുന്നത്ത്. ഇത് കണിശമായി നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് തെളിവുദ്ധരിക്കുമ്പോൾ മക്കളെ ഖുർആനിലെ ഇത്രാം അധ്യായം, ഇന്ന വചനം, അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിക്കൽ. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് എന്റെ ഫോണിലേക്ക് സൗദിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ വരെ ഞാൻ സുന്നി കുടുംബത്തിലെ AP സുന്നികളുടെ കൂട്ടത്തിലെ ഒരു മെമ്പറായിരുന്നു. എനിക്ക് താങ്കളോട് വെറുപ്പായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ബൈലക്സിലൂടെ ഒരു പ്രസംഗം കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഞാൻ ആ പ്രസംഗം ശ്രദ്ധിച്ചു. പിന്നീട് ഓരോ പ്രസംഗങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. താങ്കൾ അധ്യായ നമ്പർ പറയും, ഖുർആനിക വചനം പറയും. അതെനിക്ക് റഫറൻസിന് കാരണമായി. സുന്നി പരിഭാഷയിലെ ഇത്രാം അധ്യായം, ഇത്രാമത്തെ സൂക്തം എന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് ഹിദായത്തിന് കാരണമായി. കാരണം അധ്യായം പറയുമ്പോൾ ഞാൻ ആ അധ്യായം നോക്കും, വചനം പറയുമ്പോൾ ഞാൻ ആ വചനം നോക്കും, അർത്ഥം പറയുമ്പോൾ ഞാൻ ആ അർത്ഥം നോക്കും, വ്യാഖ്യാനം പറയുമ്പോൾ ഞാൻ നോക്കും. എല്ലാം കൃത്യമാണ്. അങ്ങനെ എനിക്ക് AP സുന്നിയിൽ നിന്ന് മുജാഹിദാകേണ്ടി വന്നു. അല്ലേ? മുജാഹിദുകൾ എന്തിനാണ് ഖുർആൻ നിരന്തരമായി ഉദ്ധരിക്കുന്നത്? പലപ്പോഴും എനിക്കറിയാം, ഒരു സ്ഥലത്ത് എന്ന് 2-3 റൗണ്ട് സുന്നി സമൂഹത്തിലെ പണ്ഡിതന്മാരുമായി ഖണ്ഡനം നടത്തിയപ്പോ, ആയത്തുകൾ ഉദ്ധരിച്ചപ്പോ അവിടെ വന്നിട്ട് പിന്നീട് മുസ്ലിയാർ പറഞ്ഞത് എന്തറിയോ? ഖവാരിജുകളുടെ സമ്പ്രദായമാണ് ഖുർആൻ കൂടുതൽ ഓതുക എന്നത്. നിങ്ങൾ ആലോചിക്കണം, വിശുദ്ധ ഖുർആൻ ഓതൽ ഖവാരിജുകളുടെ സ്വഭാവമാണ്. ഖുർആൻ ഓതുന്നത് കേട്ട് നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. ഖുർആനൊന്നുമല്ല നമ്മുടെ തെളിവ് എന്ന് മുസ്ലിയാർ. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ നേതാവായ കാന്തപുരം പോലും ഖുർആൻ ഉദ്ധരിക്കുന്നതിനെ, കൂടുതൽ വചനങ്ങൾ ഉദ്ധരിക്കുന്നതിനെ വെറുക്കുകയും എതിർക്കുകയും അത് മുജാഹിദുകളുടെ പരാജയമാണ്. നേരെ മറിച്ച് സുന്നി പണ്ഡിതന്മാർ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1-2 ആയത്തുകളെ ഉദ്ധരിക്കൂ, പിന്നെയൊക്കെ കഥയും ചരിത്രവുമാണ് എന്നാണ് കേരള യാത്ര നടത്തുന്ന ഈ മൊല്ല ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഞാൻ ആ ഭാഗം ഇവിടുത്തെ മുസ്ലിങ്ങളും ഒക്കെ കേൾക്കട്ടെ. മാനവരാശിക്ക് മാർഗദർശനമായി ഇറക്കിയ അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് ഉദ്ധരിക്കുന്നതിനെ വിമർശിക്കുക, ആയത്തുദ്ധരിക്കുന്നതിനെ വിമർശിക്കുക. നിങ്ങൾക്ക് ആ ഭാഗം പ്രത്യേകമായി സ്ക്രീനിൽ കേൾക്കാം. ഇവരിൽ ഇങ്ങനെ ആയത്തോതും ധാരാളം എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ ആയിട്ട് പറയും. 38-48 എന്ന് പറഞ്ഞിരിങ്ങനെ എല്ലാ ആയത്തിന് പേര് തെറ്റിപ്പോണ്ടാണ് പേരും. സുന്നികൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആകെ ഒരായത്തോ 2 ആയത്തോ ഒക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളെ കൗലും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സാലിഹ്യങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളുടെ ഭാഗത്തുണ്ടാകുക. മറ്റത് ആയത്തിങ്ങനെ തുരുതുരുത്തേ ഓതും. ആലോചിച്ചു നോക്കിയേ, ആലോചിച്ചേ. ആരാത്? ഇനി ഇതിനേക്കാൾ വലിയൊരാളില്ല. അള്ളാഹിനേക്കാൾ മേലെയാണ്, പടച്ചോനേക്കാൾ മേലെയാണ്. ആര്? കാന്തപുരം. ആർക്ക്? സുന്നികൾക്ക്. ഞാൻ വെറുതെ പറയല്ല. അള്ളാഹു പോലും എന്തൊരു കാര്യം തീരുമാനിക്കണമെങ്കിൽ കാന്തപുരത്തിനോട് ചോദിക്കണം. കാന്തപുരത്തോട് ചോദിച്ചിട്ട് വേണം അള്ളാഹ്ക്ക് എന്തൊരു തീരുമാനം എടുക്കാൻ. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ പിന്നീട് നിങ്ങൾ കേൾപ്പിക്കും. ഞാൻ പറയുന്നത് ഇവിടെ എന്താ പറഞ്ഞത്? ഇവരിങ്ങനെ ഖുർആൻ ആയത്തോതും, അല്ലേ? എന്നിട്ട് ആയത്ത് നമ്പർ കൃത്യമായിട്ട് പറയും, വചന നമ്പർ കൃത്യമായിട്ട് പറയും, തെറ്റാതെ പറയും. എന്നിട്ട് പറയും ഖുൽ ഹുവല്ലാഹു അഹദ് 38-48. ഒരു മുജാഹിദ് 1 വരെ പറഞ്ഞിട്ടില്ല. സൂറത്ത് ഇഖ്ലാസ് ഖുർആനിലെ 38-48 അല്ല. ലോകം കണ്ട ഇവര് പറയണേ ഖമറുൽ ഉലമ, ഏറ്റവും വലിയ പണ്ഡിതൻ, അയാളുടെ നോളജ് കണ്ടോ? സൂറത്ത് ഇഖ്ലാസ് ഉണ്ടല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഏറ്റവും ഒടുവിലത്തെ 112-ാമത്തെ അധ്യായം ഏത് ചെറിയ കുട്ടിക്കും അറിയാം. ഏത് ചെറിയ കുട്ടിക്കും അതുപോലും അറിയാത്ത ആളാണ് ആര്? കാന്തപുരം. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതിന്റെ താഴെയുള്ളവരെ നോളജ് ഞാൻ പറയണ്ടല്ലോ. 38-48 നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടോ സുന്നികൾ പ്രസംഗിച്ചാൽ 2 മണിക്കൂറിനിടയിൽ 1-2 ആയത്ത് നോക്കണേ. എന്നിട്ടോ ഇമാമിങ്ങളുടെ കൗലാണ് നമ്മൾ കൂടുതൽ പറയാൻ. അതിനെ ഞങ്ങൾ നിങ്ങളെ പറ്റി പറയണേ. നിങ്ങളുടെ അംഗീകാരം നിങ്ങൾ എന്താ പറഞ്ഞത്?
ഖുർആനും സുന്നത്താണ് ലോകത്തിന് തെളിവ് എന്നിപ്പോ നിങ്ങൾ പറയണ്ടല്ലോ. സത്യത്തിൽ മുജാഹിദുകളാണ് ഖുർആൻ ഏറ്റവും ഉദ്ധരിക്കുന്നത്. എന്നിട്ട് കൃത്യമായ അധ്യായ നമ്പറും